പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ WWE എലിമിനേഷൻ ചേംബർ 2024 എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിലെ റിസൾട്ടുകളെ സംബന്ധിച്ച് മാത്രമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടങ്ങാം. എലിമിനേഷൻ ചേംബറിൻ്റെ കിക്ക് ഓഫിൽ നടന്ന ഏക മത്സരം വുമൺസ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ കബൂക്കി വാരിയേഴ്സ് ഇൻഡി ഹാർട്ട്വെൽ, കാൻഡിസ് ലെറെ തുടങ്ങിയവർക്കെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ഇൻഡി ഹാർട്ട്വെൽ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഒരു റെസ്ലർ ആയതുകൊണ്ടാണ് വലിയ സ്റ്റോറി ലൈൻ പ്രാധാന്യമൊന്നും ഇല്ലാത്ത ഈ ഒരു മത്സരം, അതും ടാഗ് ടീം ചാമ്പ്യൻഷിപ്പിനെന്നോണം കിക്ക് ഓഫിലേക്ക് ആഡ് ചെയ്തത്. മത്സരത്തിൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു മാച്ച് അനൗൺസ്മെൻറ്റ് പുറത്തേക്ക് വന്നതിന് ശേഷം പ്രൊഡിക്റ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു റിസൾട്ട് തന്നെയാണ് കാണാൻ സാധിച്ചത്. ഒരു ഏവറേജിനേക്കാൾ താഴെ നിൽക്കുന്ന ഒരു മത്സരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കബൂക്കി വാരിയേഴ്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. എലിമിനേഷൻ ചേംബറിൻ്റെ മെയിൻ ഷോ ആരംഭിക്കുന്നത് വുമൺസിൻ്റെ ചേംബർ മത്സരത്തോട് കൂടിയിട്ടാണ്. ഈ 6 വുമൺ റെസ്ലേഴ്സ് പങ്കെടുക്കുന്നതിൽ വിജയിക്കുന്ന റെസ്ലറിനെ റെസൽമേനിയ 40 റിയ റിപ്ലിയെയോ നയ ജാക്സനെയോ ചലഞ്ച് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായിരുന്നു ഈ മത്സരത്തിൻ്റെ സ്റ്റിപ്പുലേഷൻ. അതുകൊണ്ട് തന്നെ ഒരു ഗംഭീര മത്സരം എല്ലാവരും പ്രതീക്ഷിച്ചു. നമ്മുടെ പ്രതീക്ഷകളും പ്രഡിക്ഷൻസും ഒട്ടും തെറ്റിക്കാതെയുള്ള ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിലുപരി ടിഫനി സ്ട്രാറ്റൺ എന്ന റെസ്ലറുടെ പ്രകടനമാണ് എല്ലാവരും ഇപ്പോൾ വലിയൊരു പ്രശംസയോളം എടുത്തു പറയുന്നത്. കാരണം ടിഫനിയുടെ ഈ ഒരു പ്രകടനം അത് ഭാവിയിൽ താരത്തിൻ്റെ കരിയറിന് ഏറ്റവും ഗുണം ചെയ്യുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അത്രയും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു ടിഫനിയുടെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചത്. ബെക്കി ലഞ്ച് തന്നെയാണ് വുമൻസിൻ്റെ ഈ ചേംബർ മത്സരത്തിൽ വിജയിച്ചത്. ബെക്കി ലഞ്ച് ഈ നമ്പർ 1 കണ്ടൻഡർ ആകുന്നതോട് കൂടിയിട്ടാണ് എലിമിനേഷൻ ചേംബറിൻ്റെ മെയിൻ ഷോ ആരംഭിച്ചത്. രണ്ടാമത്തെ മത്സരമായി നമുക്ക് കാണാൻ സാധിച്ചത് അൺഡിസ്പ്യൂട്ടഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. ജഡ്ജ്മെൻറ്റ് ഡേ ടീമിലെ ഡാമിൻ പ്രീസ്റ്റും ഫിൻ ബാലറും ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത് ടൈലർ ബേറ്റ്, പീറ്റ് ഡൺ തുടങ്ങിയവർക്കെതിരെയായിരുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മത്സരം എന്ന് തന്നെ പറയേണ്ടി വരും. ഡൊമിനിക് മൈസ്റ്റീരിയോയുടെ ഒരു ഡിസ്ട്രാക്ഷൻ അത് പെട്ടെന്നുള്ള ജഡ്ജ്മെൻറ്റ് ഡേയുടെ ഒരു വിജയത്തിലേക്ക് നയിച്ചില്ലെങ്കിൽ പോലും നല്ല രീതിയിലുള്ള ഒരു പ്രകടനം ഇരു ടീമിൻ്റെ ഭാഗത്തു നിന്നും കാണാൻ സാധിച്ചു. പതിവ് പോലെ ജഡ്ജ്മെൻറ്റ് ഡേ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി അവർ ഈ ഒരു ടൈറ്റിൽ സ്റ്റോറി ലൈനിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് യാതൊരുവിധ ഐഡിയയും ഈ ഒരു മത്സരത്തിന് ശേഷം ലഭിച്ചിട്ടില്ല. കാരണം ജഡ്ജ്മെൻറ്റുടെ ഇതുവരെ എല്ലാവരെയും നേരിട്ട് പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ആര് ഇവർക്കെതിരെ പുതിയൊരു ടാഗ് ടീം ടൈറ്റിൽ ചലഞ്ചറായിട്ട് വരും എന്നുള്ള വലിയൊരു ചോദ്യവും ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു കിടിലൻ ടാഗ് ടീം മത്സരം കാണാൻ സാധിച്ചു. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച ഒരു സെഗ്മെൻറ്റ് ഗ്രേസൺ വോളർ എഫക്റ്റ് എന്ന സെഗ്മെൻറ്റാണ്. ഓസ്റ്റിൻ തിയറി, ഗ്രേസൺ വോളർ തുടങ്ങിയവർ നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ സെത്ത് റോളിൻസ്, കോഡി റോഡ്സ് തുടങ്ങിയവരെ ഗസ്റ്റാക്കി കൊണ്ടുവന്ന ഈ ഒരു പ്രോഗ്രാം അത് ഗംഭീരമെന്ന് തന്നെ പറയേണ്ടി വരും. ദി റോക്ക് വേഴ്സസ് കോഡി റോഡ്സ് തമ്മിലുള്ള ഒരു മത്സരത്തിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ ഒരു സെഗ്മെൻറ്റിലൂടെ നൽകിയിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് ഇനിയുള്ള വീഡിയോസിലൂടെ ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഞാൻ ഈ ഒരു സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ളത് പങ്കുവെക്കാം. ഈ ഒരു സെഗ്മെൻറ്റിൻ്റെ അവസാനം ഓസ്റ്റിൻ തിയറിയെ സെത്ത് റോളിൻസും കോഡി റോഡ്സ് അദ്ദേഹത്തിൻ്റെ കട്ടറും ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഗ്രേസൺ വോളർ ഓസ്റ്റിൻ തിയറിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു മൂവ്മെൻറ്റ് പോലും മുന്നോട്ട് വെച്ചില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. പിന്നീട് നമുക്ക് കാണാൻ സാധിച്ച മത്സരം മെൻസ് ചേംബർ മത്സരമായിരുന്നു. വിജയിക്കുന്ന റെസ്ലറിനെ റെസൽമേനിയ 40 സെത്ത് റോളിൻസിൻ്റെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ നമ്പർ 1 കണ്ടൻഡർ ആകാം എന്നുള്ളതായിരുന്നു സ്റ്റിപ്പുലേഷൻ. മത്സരം അതിഗംഭീരമായിരുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. മത്സരത്തിൽ ഡ്രൂ മാക്കിൻഡയർ തന്നെയാണ് വിജയിച്ചത്. നമ്മുടെ എല്ലാവരുടെയും പ്രഡിക്ഷൻസ് ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു വിജയം തന്നെയായിരുന്നു. പക്ഷേ കുറേയധികം ആളുകൾക്ക് ഡ്രൂ മാക്കിൻഡയർ വിജയിച്ചതിൽ മറ്റൊരു അഭിപ്രായമുണ്ട്. കാരണം ഇതിനോടകം തന്നെ ഇപ്പോൾ അടുത്ത് തന്നെ സെത്ത് റോളിൻസും ഡ്രൂ മാക്കിൻഡയറും തമ്മിൽ 2 മത്സരങ്ങളിൽ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഏറ്റുമുട്ടിയതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മത്സരം പിന്നെയും റെസൽമേനിയയിലേക്ക് വരുമ്പോൾ എന്ത് പ്രത്യേകതയാണ് ഉള്ളത് എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പങ്കുവെക്കാം. നിങ്ങളുടെ ഒരു അഭിപ്രായം ഡ്രൂ മാക്കിൻഡയർ വിജയിച്ചതിനെ സംബന്ധിച്ചുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എലിമിനേഷൻ ചേംബറിൻ്റെ മെയിൻ ഇവൻറ്റിൽ റിയ റിപ്ലി വേഴ്സസ് നയ ജാക്സ് തമ്മിലുള്ള വുമൻസ് വേൾഡ് ടൈറ്റിൽ മത്സരമാണ് കാണാൻ സാധിച്ചത്. റിയ റിപ്ലി ഈ ഒരു മെയിൻ ഇവൻറ്റിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രഡിക്ഷൻസിൽ ഇനി ഒരു മാറ്റം വരാൻ പോകുന്നില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം റിയ റിപ്ലിയുടെ നാട്ടിൽ വെച്ചിട്ടാണ് ഈ ഒരു ഷോ നടക്കുന്നത്. റിയ റിപ്ലി ഇങ്ങനെ കരിയറിൻ്റെ പീക്ക് ലെവലിലാണ് നിലവിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നയ ജാക്സിനെ എത്ര ഡൊമിനൻ്റായിട്ടുള്ള ഒരു റെസ്ലറാക്കി കാണിച്ചാലും റിയ റിപ്ലി തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയാമായിരുന്നു. അത് തന്നെയാണ് നമുക്ക് മത്സരത്തിലും കാണാൻ സാധിച്ചത്. റെസൽമേനിയ 40 നമ്മൾ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന റിയ റിപ്ലി വേഴ്സസ് ബെക്കി ലഞ്ച് തമ്മിലുള്ള മത്സരവും ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെത്ത് റോളിൻസും ഡ്രൂ മാക്കിൻഡയർ തമ്മിലുള്ള മത്സരവും ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. എലിമിനേഷൻ ചേംബറിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് വരുന്ന മണിക്കൂറിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.